ഒരു വാക്കാണ് എനിക്ക് ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിയോട് രണ്ട് വാക്ക് പറയാം. ഒരുപാട് പേരുടെ ഉള്ളിൽ നിന്നും ഈ ജാതി ചിന്ത അണ്ണാക്കിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് കളഞ്ഞവരാണ് ഇവരെല്ലാവരും. പക്ഷെ ആ ഛർദിൽ 2025 താൻ വീണ്ടും വാരി തിന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഛർദ്ദിക്കുമ്പോൾ ആ ഛർദിൽ അമൃതാണെന്ന് കരുതി വായി തുറന്ന് നിന്ന് മേടിക്കാൻ തന്റെ രാഷ്ട്രീയവും അതിനെ പിന്തുണയ്ക്കുന്നവർ ഒരുപാട് പേര് സമൂഹം. DNA ലെവലിൽ ദളിതന് പഠിക്കാനുള്ള കഴിവില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ മിസ്റ്റർ വെടലമാട് വേടൻ തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, താൻ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് എന്താണ് കാര്യം തന്റെ മൂത്തോവി പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെയൊക്കെ പോലെ കുറച്ച് എഴുതാൻ കഴിവുള്ളവർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇങ്ങനെ കുറെ വെടലമാടുകളുണ്ട്. ഉദാഹരണത്തിന് അരുന്ധതിയോട്. നമസ്കാരം, ഏവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതുവരെ ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇട്ടുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നത്. മകനെ മടങ്ങി വരൂ എന്നുള്ള നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ആരെ പറ്റിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇയാളുടെ ഒരു ഇന്റർവ്യൂ കുറെ കാലങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ അരുൺകുമാർ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂ അന്ന് കണ്ടപ്പോഴേ എനിക്ക് പലതും ഇഷ്ടപ്പെടാകുകയുണ്ടായിരുന്നു. വേടൻ എന്ന ചെറുപ്പക്കാരൻ അഥവാ ഹിരൺദാസ് മുരളി ഒരു വിപ്ലവ ഗായകനായി വരികയും ഒരു റാപ്പർ സംഗീത മേഖലയിൽ തന്റേതായ വരികളും ഈണങ്ങളും കൊണ്ട് ഒരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഉടനെയുള്ള അയാളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. താനും നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. അയാളുടെ പാട്ടുകൾ പലതും എനിക്കും ഇഷ്ടമാണ്, ഞാനും കണ്ടിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇയാൾ ഇറക്കി വെച്ച് ചില കോണാത്തിലെ കളികളൊക്കെ പുള്ളി കളിക്കാൻ തുടങ്ങി. അതിലെ പ്രധാന കളിയാണ് ജാതി രാഷ്ട്രീയം. ഈ ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, തന്നെ ജാതി തീവ്രവാദി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് സംഘപരിവാരത്തിൽ പെട്ടവർ എന്നൊക്കെ. സംഘപരിവാരത്തിൽ പെട്ടവരെ അങ്ങനെ ജാതി തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല, ജാതി ഓളി എന്ന് വിളിച്ചിട്ടുണ്ട്. ജാതി തീവ്രവാദി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ക്നാപ്പൊന്നും ഇവന്റെ കയ്യിലില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒരു വാക്കാണ് എനിക്ക് ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിയോട് രണ്ട് വാക്ക് പറയാൻ തോന്നിയത്. അതിൽ അയാൾ പറയുന്നു, ദളിതന്റെ DNA ലെവലിൽ തന്നെ പഠിക്കാൻ കഴിവില്ലാത്തവരാണ്. താങ്കൾ നല്ലൊരു എഴുത്തുകാരനാണ്, അത്യാവശ്യം നല്ല വരികളൊക്കെ എഴുതുന്നുണ്ട്, അത് സംഗീതം ചെയ്യാനും അറിയാം, അത് വേദികളിൽ ഇമ്പമുള്ള ഈണത്തിൽ എല്ലാവരിലും എത്തിക്കുന്ന രീതിയിൽ പാടാനും അറിയാം. പക്ഷെ DNA ലെവലിൽ ജാതി കൊണ്ടു നടന്നിട്ട് സമൂഹത്തെ ഇനി ഞാൻ പറയുന്ന പോലെയൊക്കെ തിരുത്താം എന്നൊക്കെ നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ തന്നെ രാജാറാം മോഹൻ റായിൽ തുടങ്ങി മഹാത്മാഗാന്ധിയിലൂടെ ഇനി കേരളത്തിൽ ശ്രീനാരായണ ഗുരു, പൊയ്കയിൽ യോഹന്നാൻ, മഹാത്മാ അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്, പിന്നീട് നമ്മുടെയൊക്കെ പൂർവികരായിട്ട് ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് പേരുടെ ഉള്ളിൽ നിന്നും ഈ ജാതി ചിന്ത അണ്ണാക്കിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് കളഞ്ഞവരാണ് ഇവരെല്ലാവരും. പക്ഷെ ആ ഛർദിൽ 2025 താൻ വീണ്ടും വാരി തിന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഛർദ്ദിക്കുമ്പോൾ ആ ഛർദിൽ അമൃതാണെന്ന് കരുതി വായി തുറന്ന് നിന്ന് മേടിക്കാൻ തന്റെ രാഷ്ട്രീയവും അതിനെ പിന്തുണയ്ക്കുന്നവർ ഒരുപാട് പേര് സമൂഹത്തിലുണ്ടാവും. ആ ഗണത്തിൽ തന്നെ എല്ലാവരും വരണമെന്ന് വാശി പിടിക്കരുത്. പിന്നെ നിങ്ങളുടെ അറിവില്ലാതെ ആയിരിക്കും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ സോ കോൾഡ് രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്റെ പാട്ടിന് ജനങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ. വിപ്ലവ ഗായകൻ എന്ന ടൈറ്റിലൂടെയൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും താങ്കളെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. താങ്കളെ കുറിച്ച് പഠിപ്പിക്കാതിരിക്കുക, തലയും കുത്തി നിൽക്കുക, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ജാതീയമായ ചിന്തകൾ നമ്മുടെ സമൂഹം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് വർഷക്കണക്കിനായി കഴിഞ്ഞു. 1995 ജനിച്ച തനിക്ക് 2025 സോ കോൾഡ് സവർണൻ അവർണൻ എന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ജാതി വിവേചനം നേരിട്ടുണ്ട് എങ്കിൽ താൻ ഏത് രാഷ്ട്രീയത്തെയാണോ പിന്തുണയ്ക്കുന്നത് അതേ രാഷ്ട്രീയം തന്നെയാണ് കഴിഞ്ഞ 10-75 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത്. അവരും ഈ സമൂഹത്തിൽ ജാതീയമായ ചിന്തകൾ മനുഷ്യന്റെ തലയിൽ നിന്നും പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു. താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ജാതി കോൺഷ്യസ്നെസ് ആണ്. ഞാനൊക്കെ തനിക്ക് മുമ്പേ ജനിച്ച ആളാണ്. എന്റെയൊക്കെ ഇത്രയും കാലം വരെയുള്ള വിദ്യാഭ്യാസ ജീവിതത്തിൽ എവിടെയും നമ്മുടെ കൂട്ടുകാരോ അധ്യാപകരോ പോലും ആരും തന്നെ ജാതീയമായി നമ്മളെ ഒന്നും വേർതിരിച്ച് നിർത്തിയിട്ടേയില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് ഉണ്ടായില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല, ഉണ്ടാകും എന്ന് കരുതി കേരളത്തിലെ 3.5 കോടി ജനവും അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ 24 മണിക്കൂറും ജാതിയാണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതെന്നുള്ള തന്റെ വിലയിരുത്തലിൽ 100% തെറ്റാണ്. അതുമാത്രമല്ല, തന്റെ തലയിൽ ജാതീയമായിട്ടുള്ള ചിന്തകൾ പണ്ട് തൊട്ടേ അടിച്ചേറ്റി വെച്ചിട്ടുണ്ട്. സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ള ആൾക്കാരായിരിക്കും. കാര്യം ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ഞാനും ഒരു കാലത്ത് മനസ്സിൽ ഒരുപാട് ചിന്തയും കൊണ്ട് നടന്നിട്ടുണ്ട്. ഇതുപോലെ സവർണ കാറ്റഗറി, അവരോടൊരു അനാവശ്യ ദേഷ്യം, എന്തോ വലിയ തെറ്റ് ചെയ്തവരാണ് അവരെന്നുള്ള രീതിയിലുള്ള നമ്മുടെ നോട്ടം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ളവരുടെ തലമുറകളും ഉണ്ട്. അവരെ ഒന്നും കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ഇത് പൊങ്ങാതിരിക്കാൻ, ഈ ദേഷ്യം പൊങ്ങാതിരിക്കാനും ഒക്കെ ഉള്ള മരുന്നുകൾ ഇവർ കുത്തിവെക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ തിരിച്ചു വയ്ക്കും. നല്ല സഖാവേ, നിങ്ങളല്ലേ ഇത്രയും കാലം ഭരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഈ സമൂഹത്തിൽ ജാതീയപരമായിട്ടുള്ള ഭിന്നിപ്പുകളുണ്ട് എന്ന്. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇവരൊക്കെ പലപ്പോഴും നമ്മളോടാണ് പിന്നെ ക്വസ്റ്റ്യൻ. നമ്മൾ വർഗീയവാദിയായി, സംഘിയായി അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങളും ഒരു സൈഡിലൂടെ ഒരു സൈലന്റ് വിപ്ലവം ആരംഭിച്ചു. നിങ്ങളെപ്പോലെ പാട്ടിലൂടെ, ഇമ്പമുള്ള വരികളിലൂടെ ആൾക്കാരുടെ തലയിലേക്ക് എത്തിക്കാൻ കഴിയില്ലെങ്കിലും
കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ മനസ്സിലാക്കി കൊടുക്കും. DNA ലെവലിൽ ദളിതന് പഠിക്കാനുള്ള കഴിവില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ മിസ്റ്റർ വെടലമാട് വേടൻ തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, താൻ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ നെടുന്തൂണായിട്ടുള്ള കരിങ്കല്ലായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ DNA ലെവലിൽ ചിന്തിച്ചാൽ തനിക്ക് അംബേദ്കറെ സംശയമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുജി, അതുമല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആർലേക്കർ, ഇവരുടെയൊക്കെ DNA ലെവലിൽ താൻ ചിന്തിച്ചപ്പോൾ ഇവർക്കൊന്നും പഠിക്കാൻ കഴിവില്ല എന്ന് താൻ പറയുകയാണോ? അതോ ഇവരുടെ DNAയിൽ തനിക്ക് സംശയമുണ്ടോ? ഉള്ള കാര്യം തന്റെ മൂത്തോയി പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. തന്റെ DNAയിൽ അങ്ങനെയുള്ള കഴിവില്ലെങ്കിൽ അത് മാത്രം. നാട്ടിലുള്ള എല്ലാ ദളിതരുടെയും അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാനെന്ന് തന്നെ അറിയിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മുടെ പൂർവികരുടെ അണ്ണാക്കിൽ കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞ ജാതി എന്ന ഛർദിൽ താൻ വീണ്ടും വാരി തിന്നിട്ട് വീണ്ടും സമൂഹത്തിലേക്ക് ഛർദ്ദിക്കുമ്പോൾ ഇത് എത്രത്തോളം വിഷമുള്ളതാണെന്ന് എനിക്കറിയാമോ? ഇന്ന് ആൾക്കാരെല്ലാം ജാതി വീണ്ടും ചിന്തിച്ചു തുടങ്ങി, കുറച്ചു പേരെങ്കിലും, താൻ കാരണം. പക്ഷെ അത് ഞങ്ങളാരും അനുവദിക്കില്ല. ഇനി ഈ സമൂഹത്തിൽ ജാതീയപരമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾക്കെല്ലാം നിർബന്ധമുണ്ട്. നിങ്ങളെയൊക്കെ പോലെ കുറച്ച് എഴുതാൻ കഴിവുള്ളവർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇങ്ങനെ കുറെ വിടലമാടുകളുണ്ട്. ഉദാഹരണത്തിന് അരുന്ധതി റോയ്. ഇവർ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന് ബുക്കർ പ്രൈസ് കിട്ടിയതോടുകൂടി പിന്നെ കിടക്കപ്പുറതിയില്ല. എന്തിനും ഏതിനും അഭിപ്രായം, എല്ലാ വാഴക്കയിലും പോയ അഭിപ്രായം. ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്തുണയ്ക്കണം. കാര്യം എന്താ, ഇവർ നമ്മളെക്കാൾ വലിയ പുള്ളികളല്ലേ, ഇവർ ഭയങ്കര എഴുത്തുകാരാണ്, മാങ്ങാണ്ടിയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെയാണ് പണ്ട് ഞാനൊക്കെ കരുതി വെച്ചിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇതുങ്ങളെല്ലാം വെറും വിഷജീവികളാണ്. ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ടാക്സ് ജനോസൈഡിന് പോകുന്നുണ്ടോ? എവിടുത്തെ ജനോസൈഡ്? ഗസയിലെ ജനോസൈഡ്. അല്ലാതെ ഇവർക്ക് യമനിലെ ജനോസൈഡ് നോക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബൊക്കോഹറം തീവ്രവാദികൾ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിടുന്ന കൂട്ടക്കൊലകളെ കുറിച്ച് ഇവർക്ക് പറയാൻ അഭിപ്രായമില്ല. ഇവർക്ക് പഹൽഗാമിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, പുൽവാമയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഈ നാട്ടിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും പറയാൻ ഇവർക്ക് വാക്കുകളില്ല. ചില പ്രത്യേക രീതിയിലുള്ള, അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാത്രം ഇവരുടെ എല്ലാം മനുഷ്യത്വവും ജനോസൈഡും വാഴയ്ക്കും മാങ്ങാത്തുലിയും ഒക്കെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതൊന്നും ഇഷ്ടപ്പെടില്ല. അരുന്ധതി റായ് ബുക്കർ പ്രൈസ് അല്ല, എന്ത് വാഴക്കൽ അവാർഡ് മേടിച്ചാലും ഞങ്ങൾക്ക് പിണ്ണാക്കാണ്. മനസ്സിലായല്ലോ? ഇതുപോലുള്ള ജീവികളുടെ പുസ്തകം വായിച്ച് കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ വായിക്കും, അംബേദ്കറുടെ ജീവചരിത്രം വായിക്കും, അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിക്കും, മഹാത്മാഗാന്ധിയുടെയും വായിക്കും, KR നാരായണന്റെ വായിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള ബുക്കുകളുണ്ട്. ഇത്തരം സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഷജീവികളായിട്ടുള്ള ആൾക്കാരുടെ ഒന്നും ബുക്കുകൾ വായിച്ച് ഞങ്ങൾ ആരും ഇപ്പോൾ സമയം കളയാറില്ല. എന്തിനാണ് വെറുതെ? ഈ അടുത്ത് അവരുടെ ബുക്കുകളെല്ലാം കാശ്മീർ സർക്കാർ നിരോധിച്ചു. കാശ്മീരിൽ നിരോധിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. വാസ്തവമാണ്. കാശ്മീർ പാകിസ്ഥാൻ എഴുതി കൊടുക്കാൻ പറഞ്ഞ മഹത് വ്യക്തിത്വമാണ് ഈ പറഞ്ഞ അരുന്ധതി റോയ്. 1989 കലാപത്തിനിടയിൽ താൻ 6 ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു എന്ന് ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയുടെ കയ്യും പിടിച്ച് നടക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് സോ കോൾഡ് അരുന്ധതി റോയ്. ജനോസൈഡിനുള്ള പണം പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് അറിഞ്ഞില്ലേ ഈ ജീവി? ആ ഗണത്തിൽ മാത്രമേ താൻ പെടുന്നുള്ളൂ. നിങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് പേരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പലരും വാർക്കപ്പണിക്കും, ചായക്കട നടത്താനും, ജ്യൂസ് കട നടത്താനും, പെയിന്റിന്റെ പണിക്കും, ടൈലിന്റെ പണിക്കും ഒക്കെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പതുക്കെ ഞങ്ങളുടെ ജീവിതം അവിടെ ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും പച്ച പിടിപ്പിച്ച് വരുമ്പോൾ തന്നെ പോലുള്ളവർ വന്ന് നിന്നുകൊണ്ട് പഴയ നശിച്ചു പോയ ജാതീയത ഇന്ന് ആരുടെയൊക്കെയോ ഉള്ളിൽ എവിടേക്കോ കിടക്കുന്നുണ്ടെന്നും പറഞ്ഞ് സമൂഹത്തിനെ മൊത്തം കൊണ്ട് ജാതി ചിന്തിപ്പിക്കാൻ തുടങ്ങിയാൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. മനസ്സിലായല്ലോ? ഇനി താൻ ഏത് വലിയ പിണ്ണാക്കായാലും അരുന്ധതി റോയെ കൂട്ടിക്കെട്ടി. അതുകൊണ്ടാണ് വേറൊരു വിഷജീവി ഉണ്ട്, ഇന്നലെ കണ്ട ബോട്ടിൽ കയറി എവിടെ ചെന്ന് ആൾക്കാരെ എടുത്തിട്ട് വെച്ച് അരിപ്പയാക്കി പറഞ്ഞിട്ട് ചത്തില്ലെന്ന് തോന്നുന്നു, ഗട്ടാത്തൻപർ. ഇതുമൊക്കെ വിഷജീവികളാണ്. വായിൽ നിന്നും തേനൂറുന്ന വാക്കുകളുമായി വരുമ്പോഴേ ഊഹിക്കാം ആ വാക്കുകൾക്ക് പിന്നിൽ അതിലും ക്രൂരമായ വിഷം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പല്ലുകൾ ഇവർക്കുണ്ടെന്ന്. ഉദാഹരണത്തിന് സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി കിടപ്പുണ്ട്. ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്ന തേനൂറിന്റെ വാക്കിന്റെ പിന്നിൽ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ കൊലപാതകങ്ങളുടെയും ജനോസൈഡുകളുടെയും കാലഘട്ടങ്ങളായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ സമൂഹത്തിൽ നിന്നെ പോലെ വിഷം വീണ്ടും വമിപ്പിക്കാൻ നിൽക്കുന്ന, ഇത്തരം ഛർദിൽ വാരിത്തിന്ന് വീണ്ടും ഛർദിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും DNA ലെവലിൽ താൻ ജാതി കൊണ്ട് കിടക്കണ്ട. പിന്നെ ഇതുപോലെ തനിക്ക് ഇവിടുത്തെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയെയോ ദളിതരെല്ലാവരും കൂടെ രാഷ്ട്രീയ ശക്തിയെ വളരണമെന്നൊന്നുമില്ല. കുറച്ച് പണവും കാര്യങ്ങളുമായി ഇനി ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ വന്ന് തൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ അവരുമായിട്ടൊക്കെ കുറച്ച് സെക്സ് ഒക്കെ ചെയ്യണം. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെയൊക്കെ ആഗ്രഹം. ചെയ്യുക, തൻ്റെ വഴി നോക്കി പോയിക്കോളുക. സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ വേടനുമായി ബന്ധപ്പെട്ട് കേസിൽ വന്നിട്ടുള്ള പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ സമൂഹം എന്ത് ചിന്തിക്കണം എന്നുള്ളൊരു ഫാസിസ്റ്റ് നിലപാടോട് കൂടിയുള്ള ഒരു വലിയ രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. അവർ പറയുന്നത് താൻ തെറ്റുകാരനാണ് എന്നാണ്. തീർച്ചയായും അങ്ങനെ വരുള്ളൂ. കാരണം വേടൻ സമൂഹത്തിലേക്ക് നന്നായിട്ട് ജാതീയമായിട്ടുള്ള വിഭാഗീയതയും വിഭിന്നതയും ഇറക്കുന്നുണ്ട്. അതുമാത്രമല്ല, പുള്ളി പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ തീവ്രവാദികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഗസയിൽ
അല്ലെങ്കിൽ റഫേൽ ഇവിടെയൊക്കെ നടക്കുന്നതിനെ പറ്റി ഇവർക്കൊക്കെ വാദോരാതെ സംസാരിക്കാൻ പറ്റും. പക്ഷെ 2023 ഒക്ടോബർ 7 ഫലസ്തീനിലുള്ള ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തതിനും ബലാത്സംഗം ചെയ്തതിനും പെണ്ണുങ്ങളെ തല്ലിക്കൊന്നിട്ട് ജീപ്പിലിട്ട് അവരുടെ ഡെഡ് ബോഡിക്ക് നേരെ കാറി തുപ്പിയവനും 100 കണക്കിന് ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി വെച്ചവനും എല്ലും തോലുമായി മമ്മികളെ പോലെ അവർ റിലീസ് ചെയ്യേണ്ടി വന്ന ഗതികേടിനെ കുറിച്ച് ഒന്നും തന്നെ ഇവറ്റകൾക്ക് നാക്ക് പൊങ്ങത്തില്ല. സോ കോൾഡ് എല്ലാ അരുന്ധതി റായിമാരും ഗ്രറ്റ തൻബർഗും തന്നെ പോലുള്ള വെടലമാടുകളും ഇവർക്ക് നിനക്കൊന്നും അപ്പോൾ വായും പൊങ്ങത്തില്ല. നിന്റെയൊക്കെ അണ്ണാക്കിൽ പഴം തിരികെ വെച്ചിരിക്കും. വിപ്ലവ തൊലി മാങ്ങാണ്ടിയാണ് നീ ഉണ്ടാകുന്നത്. വിപ്ലവം എല്ലാത്തിനും ഒരേപോലെ അഭിപ്രായം പറയാൻ നീ കഴിയണം. നീ പഹൽഗാമിനെ കുറിച്ച് നീ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കണം. എങ്ങനെ വിമർശിക്കണം? പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ മുസ്ലിം ഭീകരവാദികൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കി ഹിന്ദുക്കളായിട്ടുള്ളവരെ മതം നോക്കി വെടിവെച്ച് കൊന്നത് 100% തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ നിന്റെ നട്ടലിന് ധൈര്യം ഉണ്ടാവുന്ന കാലത്ത് തന്നെയൊക്കെ വിപ്ലവ തൊലിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. അല്ലാത്ത പക്ഷം നീയൊക്കെ ഈ സമൂഹത്തിനെ വേർതിരിക്കാനും വെട്ടിമുറിക്കാനും ഉണ്ടായിട്ടുള്ള കുറച്ച് വിഷജീവികൾ മാത്രമാണ്. തനിക്ക് എഴുതാൻ കഴിവുണ്ടാവും, തനിക്ക് പാടാൻ കഴിവുണ്ടാവും, താൻ തന്റെ പാട്ടുമായിട്ട് മുന്നോട്ട് പോവുക. നീ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ജാതി എന്ന വിഷകൂമ്പാരത്തിനെ, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നമ്മുടെ പൂർവികർ ഛർദ്ദിച്ചു കളഞ്ഞ ഈ ഛർദിൽ വീണ്ടും വാരത്തിന്ന് ഛർദ്ദിക്കുന്ന തന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ ഏത് കണ്ണോടുകൂടി നോക്കി കാണാമെന്ന് സമൂഹത്തിനെ അറിയിക്കുക എന്നാണ് എന്നെ പോലുള്ളവരുടെ കടമ. എന്റെ വീഡിയോ ചിലപ്പോൾ 10 പേര് 20 പേരൊക്കെ കാണുന്നുണ്ടാവുള്ളൂ. ഇനഫ്. ഒരാൾ കണ്ടാൽ എനിക്ക് ആ ഒരാൾ മതി. അയാൾക്ക് മനസ്സിലാകണം ഈ സമൂഹത്തിൽ ഒരു കാലത്ത് എടുത്തു കളഞ്ഞ ജാതീയത വീണ്ടും കൊണ്ടുവരുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരൊക്കെയാണ് എന്നത്. ഇങ്ങനെ തുണ്ടമായി നിർത്തിയിട്ട് നാളെ ഓരോ കഷ്ണങ്ങളെയും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വലിയൊരു ശക്തി വേറെ നിൽപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് ബോധ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് DNA ലെവലിൽ ജാതി കൊണ്ട് നടക്കണം മിസ്റ്റർ വേടൻ. ഇനി നീ ഈ കാർഡ് കേരളത്തിൽ ഇറക്കി കാണിക്കരുത്. നിനക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടലുകളും കാര്യങ്ങളൊക്കെയാണ്. അതിലാണ് തന്റെയൊക്കെ 100% കോൺസെൻട്രേഷൻ. ആ പെൺകുട്ടിയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, തന്നെ മറ്റു സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ പെൺകുട്ടി അനുവദിക്കുന്നില്ല. ഷീസ് ടോക്സിക്. ഓ, അതിന് ഭയങ്കര പിന്തുണയല്ലേ? എന്റെ അടുത്തൊക്കെ സംസാരിച്ചാൽ പറയട്ടെ. പിന്നെ അവള് ഭയങ്കര ടോക്സിക് ആണ്, ഇവന് വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല. എല്ലാരും സമ്മതിച്ചാലടാ, മനസ്സിലായില്ലേ? ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെയൊക്കെ പോണമെന്നും എന്നെ പോലുള്ളവന്മാര് പറയുമ്പോൾ അവരെല്ലാം മടിക്കുത്ത് അഴിച്ചു തരണമെന്നും ഒക്കെ താനൊക്കെ പറയുന്നതിന് പിന്നിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുഗുണ ഡിമാല ഗുണ്ടന്മാരും ഗുണ്ടികളും പടച്ചു വിട്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, കുലസ്ത്രീ. കുലസ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന എന്താണ്? നല്ല മാന്യമായ വസ്ത്രം എടുത്ത് ആണുങ്ങളോടൊന്നും അല്ലാതെ മിണ്ടാത്ത, എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ അടങ്ങി ഒതുങ്ങിയ ഒരു മൂലയ്ക്ക് വളരെ ദൈവ ഭയഭക്തിയോടെ ഇരിക്കുന്നവൾ കുലസ്ത്രീയും, എന്നാൽ സ്ത്രീ ഇറുകിയതും മുറുകിയതും അവയവങ്ങൾ പുറത്ത് കാണുന്നതുമായ ഡ്രസ്സിട്ട് തന്റെ സ്വാതന്ത്ര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ആണുങ്ങളുടെ കൂടെയൊക്കെ കുഴഞ്ഞാടുന്ന സ്ത്രീയെ കുലസ്ത്രീ അല്ലാത്തവൾ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അത് തെറ്റ്. ശരിക്കും കുലസ്ത്രീ അല്ലാത്തവളും കുലസ്ത്രീ ആയവളും തമ്മിലുള്ള കാറ്റഗറൈസേഷൻ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ സമൂഹം എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചാൽ, ആണ് വന്നിട്ട് എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചാൽ ഉമ്മ കൊടുക്കണം. കൊടുക്കുന്നവൾ കുലസ്ത്രീ അല്ലാത്തവൾ, കൊടുക്കാത്തവൾ കുലസ്ത്രീ. തന്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന സ്ത്രീ അല്ല കുലസ്ത്രീ അല്ലാത്തവൾ. തന്റെ സ്വാതന്ത്ര്യത്തിനെ കളഞ്ഞു പൊളിച്ച് മതത്തിന്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെയോ കെട്ടുറപ്പിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവളാണ് കുലസ്ത്രീ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊന്നുമല്ല. ഇവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ലൈംഗിക ദാരിദ്ര്യം ഒഴിവാക്കാനായിട്ട് കുറച്ചു. ഇതിനു വേണ്ടിയിട്ടാണ്. ആ കുട്ടിയുടെ പരാതിയിൽ പറയുന്നു, വേടൻ ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചെന്നോ ഉമ്മ കിട്ടുമെന്ന് ചോദിച്ചെന്നോ, അപ്പോൾ ഉമ്മ കൊടുത്തു വന്നു. ഉമ്മ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞു, നീ കുലസ്ത്രീ അല്ലാത്തവളായി. ഉടനെ പിടിച്ച് തള്ളി അവിടെ ഇട്ട് തന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കെട്ടിക്കോളാം എന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് എന്നെ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തടയാനും നിനക്ക് പറ്റൂല. മനസ്സിലായില്ലോ? അപ്പോൾ നീ കുലസ്ത്രീ അല്ലാത്തവളാണ്. അങ്ങനെ നീ ലൈംഗിക ബന്ധത്തിൽ അങ്ങനെ വേടൻ മറ്റു സ്ത്രീകളോട് പോകുന്നത് തടഞ്ഞാൽ നീ കുലസ്ത്രീയായി. നിനക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുലസ്ത്രീയും കുലസ്ത്രീ അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം? തന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവളല്ല, അങ്ങനെയല്ല ഇവരത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്നവളാരും. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം തന്നെ ഇവൻ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കി താൻ പരാതി കൊടുത്തിട്ടെന്താ കാര്യം? നീയാണ് തെറ്റുകാരി. എത്രയോ വർഷം മുമ്പ് ചെയ്തു കൊടുത്ത. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നിങ്ങളെ സമൂഹം കാണുക. അങ്ങനെ സമൂഹം ചിന്തിക്കാവുള്ളൂ. അതും ഇവർക്ക് നിർബന്ധമാണ്. ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ഡിമാല ഗുണ്ടൻ ഗുണ്ടി വർഗ ബഹുഗുണ ടീമിന് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അവർ ചിന്തിക്കുന്നതായിരിക്കണം സമൂഹം ചിന്തിക്കുക. അവർ പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ. ഇവർ കുറെ സാഹിത്യകാരന്മാരും വിപ്ലവ ഗായകന്മാരും കുറെ നൊബേൽ സമ്മാന പ്രൈസുകാരും പിന്നെ കുറെ ബുക്കർ പ്രൈസ് പ്രൈസുകാരും കുറെ വാഴകളും മരമാടുകളും വെള്ളമാടുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. നിങ്ങളെക്കാൾ വലിയ എഴുത്തുകാരും ജനമനസ്സുകളെ അമ്മാനമാടുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നീയൊക്കെ അങ്ങോട്ട് എടുത്തോണം. ഇതൊക്കെയാണ് ഇത്തരം കോണാത്തിലെ വിപ്ലവ സാഹിത്യകാരന്മാരുടെ വാക്കുകൾ ആണ്. അങ്ങനെയുള്ളവന്മാരോട് ഒന്നേ പറയുള്ളൂ, നേരെ തെക്കോട്ട് പോയിന്ന് വടക്കൻ കാറ്റ് വരുമ്പോൾ അതിനോട് പറഞ്ഞാൽ മതി, നിന്റെയൊക്കെ ഒരു കുത്തിത്തിരിപ്പും ഈ സമൂഹത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല.
ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നിന്റെയൊക്കെ ഇത്തരം വിഘടനവാദങ്ങളെയും വിഭാഗീയതകളെയും ജാതി വെറികളെയും ജാതി കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നതിനെയും ഞങ്ങൾ എതിർക്കും. അതിന് നീയൊക്കെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കും